നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള വ്യക്തികളെ നമ്മൾക്ക് മറക്കാൻ സാധിക്കുകയില്ല. ഒന്ന് നമ്മളെ വളർത്തിയവർ, രണ്ട് നമ്മളെ തളർത്തിയവർ. എന്നാൽ ഇവർ രണ്ടുപേരും ആത്മീയമായി നമ്മളെ വളർത്തുകയാണ് ചെയ്യുന്നത്. ആത്മീയമായി വളർത്തുന്നു എന്ന് തോന്നുന്ന വ്യക്തികൾ നമുക്ക് മാനസികമായും ആത്മീയമായും ബലം പകർന്ന് നമ്മളെ വളർത്തുന്നു. ആത്മീയമായി നമ്മളെ തളർത്തി എന്ന് തോന്നുന്ന വ്യക്തികൾ നമ്മൾക്ക് പാഠങ്ങൾ തന്ന് ആത്മീയമായി പക്വതയുള്ള വ്യക്തികളാക്കി നമ്മളെ മാറ്റുന്നു. ആദ്യമൊക്കെ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ലെങ്കിലും കാലക്രമേണയാണ് ഇതൊക്കെ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ നമ്മൾ കൂട്ടുപിടിക്കേണ്ട ഏറ്റവും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ആൾക്കാരാരാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത് നിൽക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുക. അതോടൊപ്പം മാലാഖമാരെയും വിശുദ്ധരെയും. നമ്മുടെ ആത്മീയ വളർച്ചയിൽ ഇവര് നമ്മളെ സഹായിക്കുന്നത് പോലെ മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കുകയില്ല. ഇവര് സ്വർഗീയരായതുകൊണ്ട് തന്നെ മാനുഷികമായ ബലഹീനതകൾ ഇവർക്കില്ലാത്തതുകൊണ്ട് വിശ്വസ്തരായ സുഹൃത്തുക്കളായി ഇവർ നമ്മളോടൊപ്പം ഉണ്ടാകും. നമുക്ക് മുറുകെ പിടിക്കാം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും വിശുദ്ധരോടും മാലാഖമാരോടുമുള്ള ഭക്തിയും. ദൈവരാജ്യം വളരട്ടെ.